നിങ്ങളോടൊന്ന് പറയട്ടെ, മക്കൾക്കിടയിൽ നമ്മൾ സംസാരിക്കും നന്നായി ശ്രദ്ധിക്കണം, നന്നായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു പാരൻസ് മീറ്റിങ്ങിൽ പോയിരുന്നു. അവിടെ നിന്ന് എൻ്റെ വണ്ടി കയറിയ ഒരു കുട്ടി 18-16 വയസ്സേ ഉണ്ടാവുള്ളൂ. ആ കുട്ടി എന്നോട് പറയാം, നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മ ഇത്ര നാളായിട്ട് സംസാരിച്ചില്ല. ഞാൻ ആകെ പറഞ്ഞത് കുട്ടികളോട് നന്നായി സംസാരിക്കാൻ നമ്മൾ ഒരേ സമയം കണ്ടെത്തണം. മക്കളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസിക വികാരങ്ങൾ എന്തൊക്കെയാണ്, അവർ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് കേട്ടുകൊടുക്കണം. അതൊന്ന് സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് ഈ 16-18 വയസ്സുള്ള ഒരു ആൺകുട്ടി എൻ്റെ വണ്ടി കയറി അല്പം ദൂരേക്ക് യാത്ര ചെയ്തത്. എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞാനുണ്ട് കയറ്റി. അങ്ങനെ കഥകൾ പറഞ്ഞപ്പം എൻ്റെ ഉമ്മാനോട് ഈ കഥയുടെ ഭാഗമായിട്ട് പറഞ്ഞു കൊടുത്തത് നന്നായിട്ടുണ്ട്. എന്തോ എൻ്റെ ആഗ്രഹം ഒന്ന് ഓപ്പണായി സംസാരിക്കുന്ന ഒരു ഉമ്മയെ ആഗ്രഹമുണ്ട്. ഒരുപാട് കാലമായിട്ട് അവൻ കേൾക്കുന്നത് വായിക്കണം, പഠിക്കണം, നന്നായി എഴുതണം, ഇതേപോലെ മാഷന്മാരുടെ അടുത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് 1-ാം നമ്പറാകണം. ഇതല്ലാത്തൊരു നല്ല വർത്തമാനം, അത് നല്ലതാണ്. പക്ഷേ ഇവൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള നല്ല വർത്തമാനം കേട്ടിട്ടില്ല. ഉമ്മമാർ ഇതൊന്ന് നന്നായിട്ടൊന്ന് അവതരിപ്പിക്കാൻ നമ്മളൊക്കെ തയ്യാറാകും, മക്കൾ നന്നാകും. അതെല്ലാത്തിനും കുറ്റം പറയുന്ന, എല്ലാം നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ആകണമെന്ന് വാശി പിടിക്കുന്ന ഉമ്മമാർ എപ്പോഴും സങ്കടത്തിൻ്റെ കഴുത്തിൽ ആയിപ്പോവും. കാരണം മക്കൾക്ക് അതൊന്നും അത്ര കണ്ട് ഇഷ്ടമില്ല. അവരെ ചേർത്ത് നിർത്തി കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമേ അവർ നമ്മളോട് ചേർന്ന് നിൽക്കാൻ ഏറെ ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ലാത്ത ഉമ്മമാർക്ക് കുട്ടികളെ കൊണ്ട് പരാതി പറഞ്ഞാൽ തീരില്ല. ഉസ്താദന്മാരോട് പറയും, അതുപോലെ ടീച്ചേഴ്സിനോട് പറയും. ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ കിട്ടുക? നമ്മളുടെ ഉമ്മമാർ വിചാരിക്കുന്നത് വളരെ നന്നായി പോകുന്നതാണ്. പക്ഷേ അവിടെയും കുട്ടികൾ മോശമാകുക ചെയ്യുക. എൻ്റെ ഉമ്മ എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത്, എൻ്റെ ഉസ്താദന്മാരുടെ എന്നെ കൊണ്ടില്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ, ഇനി ഞാനെന്തിന് നന്നാകണം എന്ന ചിന്തയാണ് ഈ കുട്ടികളുടെ അടുത്ത് ഉണ്ടാകുക. അതുകൊണ്ട് ഉമ്മമാരെ നന്നായി നമ്മുടെ മക്കളെ സംസാരിക്കാൻ വേണ്ടി സമയം കണ്ട് മക്കളുമായി സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അല്ലാതെ നമ്മളെല്ലാം ഓക്കെ ആണെന്ന തോന്നൽ വെറുതെയാണ്. അവർക്കും ഒരുപാട് നമ്മളോട് സംസാരിക്കാനുണ്ട്. നമ്മളങ്ങോട്ട് മാത്രം കമാൻഡിങ് പവറിൽ പെരുമാറുമ്പോൾ ഇങ്ങോട്ടൊന്നുമല്ലാതെ എല്ലാം ഞാൻ അംഗീകരിച്ചോളാമേ എന്ന് പറയുന്ന രീതിക്കുള്ള മക്കൾ ഒരു വേള നിങ്ങളുടെ ആ സാന്നിധ്യത്തിൽ എന്തൊക്കെയാണ് അവർക്ക് ഫ്രീഡം കിട്ടിയാൽ ചെയ്യാൻ പറ്റും, അതൊക്കെ അവരങ്ങ് തകർത്ത് ചെയ്യും. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം പേറേണ്ടവരോ നമ്മൾ തന്നെ. എന്താ അവർക്ക് നേരെ നമ്മൾ ചെയ്തോ? നമ്മുടെ കാഴ്ചപ്പാട് ചിന്തിച്ച് നോക്കിയാൽ ഒരു കുഴപ്പമില്ല. അവരുടെ നന്മയെ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ നന്മ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയെ നമ്മൾ നട്ടിട്ട് എല്ലാ സമയം ആ ചെടിയുടെ നന്മ ആഗ്രഹിച്ച് വെള്ളമൊഴിച്ച് കൊടുത്താൽ ആ ചെടി അവിടെ കാണും? സ്വാഭാവികമായിട്ട് കാണാൻ സാധ്യതയില്ല. അങ്ങനെ എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് അവിടെ ഇരിക്കുകയായിരിക്കും. അതേപോലെ എപ്പോഴും ഉപദേശിക്കുന്ന മക്കൾ വലിയ പ്രയാസം നന്നാകാൻ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുക, എൻ്റെ മക്കൾ എൻ്റെ കൂടെ എന്നോട് സംസാരിക്കാൻ ഒരു മടിയും കാണിക്കരുത്. അങ്ങനെ ഓപ്പണാക്കി കൊടുക്കണം. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഓപ്പണാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മുടെ ഇട്ടാവട്ടത്തിൽ കാണുള്ളൂ. അല്ല ചിറക് മുളക്കുമ്പം ഇത്രയും ഞാൻ സഹിച്ചു, ഇനി ഞാൻ സഹിക്കാൻ ഇനി എന്നെ കിട്ടില്ല എന്ന രൂപത്തിൽ അവർ ഓടിപ്പോകും. അത് എനിക്കവിടെ നല്ലൊരു ക്ലാസ് കിട്ടാണ്ട് ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. അല്ലാതെ നിങ്ങളെ മടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് ആരും പോകുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ കരുതുക, മക്കളെടുത്ത് സ്നേഹിക്കുമ്പം അവരുടെ സ്നേഹം നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് സ്നേഹിക്കുക. കാരണം അവരോട് പറയണം, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോൻ നീയാണ്, 4 മക്കളോടും പറയണം. അങ്ങനെയൊക്കെ എങ്കിൽ മാത്രമേ നമ്മളുടെ കാഴ്ചപ്പാടിലേക്ക് അവരെത്തുള്ളൂ. അല്ലാതെ ശകാരങ്ങൾ കൊണ്ടോ ഒരുപാട് ഉപദേശങ്ങൾ കൊണ്ടോ ന്യായീകരണങ്ങൾ കൊണ്ടോ ആധിപത്യം സ്ഥാപിക്കൽ കൊണ്ടോ ഒന്നും നമ്മുടെ മക്കളെ നമുക്ക് നമ്മുടേതായ രീതിക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു ഉത്തമ ബോധം എല്ലാവർക്കും നന്നാകും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.